സെറ്റ് ചെയ്തതാണ്, കുറച്ച് ദിവസമായതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെറുതെ നോക്കിയിരുന്നതാണ്. ഓക്കെ, കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എൻ്റെ ചാനലിൽ 3000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 3000, വളരെയധികം സന്തോഷമുണ്ട്. ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4 വർഷമാകാൻ പോകുന്നു. 4 വർഷമായിട്ട് നിനക്ക് 3000 സബ്സ്ക്രൈബേഴ്സേ ആയുള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ബട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാറില്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസും ഞാൻ ഇടാറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും താമസിച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 സബ്സ്ക്രൈബേഴ്സ് അത്രയും വേണോ? ഓക്കെ, ഇരിക്കട്ടെ. 10,000 സബ്സ്ക്രൈബേഴ്സ് ഈ വർഷം ലാസ്റ്റ് ഡിസംബർ 31 മുന്നേ നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. നിങ്ങൾക്കിത് കാണുമ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇതെന്റെ കോൺഫിഡൻസ് ആണ്, ഇതെന്റെ അഹങ്കാരമാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഡിസംബർ 31 നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കും, തീർച്ചയായും കടന്നിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാൻ കാരണം. ഇതൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഓൾമോസ്റ്റ് 4 വർഷമായി ഈ ഒരു ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. റെഗുലറായിട്ട് വീഡിയോസ് ഇടൂലെങ്കിലും വല്ലപ്പോഴൊക്കെ ഒന്നൊരു അറ്റൻഡൻസ് ഇട്ടിട്ട് പോകാറുണ്ട്. സോ ചാനൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഒരു വീഡിയോ ഇട്ട് അതിനെ അങ്ങനെ ഫുള്ളായിട്ട് അടച്ചു കൂട്ടി ലോക്കിട്ട് വയ്ക്കാതെ വല്ലപ്പോഴെങ്കിലും ഓരോ വീഡിയോസ് ഒക്കെ ഇട്ട് വല്ലപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം ഇങ്ങനെ ഒരു ജീവിച്ചിരിപ്പുണ്ട് എന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ വല്ലപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇനി റെഗുലറായിട്ട് നല്ല നല്ല വീഡിയോസ് വരും. പക്ഷെ എപ്പോഴാണ് വരിക എന്ന് എനിക്കറിയില്ല. ജനുവരി 1-ാം തീയതിയുള്ള വീഡിയോയിൽ ഞാനിത് തന്നെയാണ് പറഞ്ഞിരുന്നത്, റെഗുലറായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെയും അതിനുശേഷം ഇടുന്ന ഒരു ഫുൾ ലെങ്ത് വീഡിയോ മേ ബി ഇതാണെന്ന് തോന്നുന്നു. അപ്പോ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ വരുമെന്നൊക്കെ ഭയങ്കര ഉറപ്പോടെ എനിക്ക് പറയാൻ ഇപ്പോൾ ആവുന്നില്ല. ബട്ട് വീഡിയോ വന്നു തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ മറ്റേ ചാകര എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കും നമ്മുടെ ചാനലില് നല്ല കണ്ടന്റ് ആയിട്ടുള്ള, നല്ല നിങ്ങൾക്ക് ചിരിക്കാനും, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കാണുന്നത് എനിക്ക് വേണ്ടിയായിരിക്കും, അവന് കുറച്ച് വ്യൂസ് കിട്ടിക്കോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് നിങ്ങൾ കാണുന്നത്. ബട്ട് ആ വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ. അത്രേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ട് വന്നത്. 3000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംഖ്യയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 4 വർഷമായിട്ട് 3000 പേര് എന്റെ കൂടെ വന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഖ്യയാണ്. 3000 പേര് ഞാനിങ്ങനെ എന്റെ തുടക്കം വരെ ഞാനിങ്ങനെ നോക്കിയത് 1, 2, 1-ാമത്തെ 2-ാമത്തെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞാൻ തന്നെയായിരുന്നു. ഞാൻ തന്നെയാണ് എന്റെ ഫോണിൽ വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്തോടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ആൾക്ക് ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ടൊക്കെ ആദ്യത്തെ 10 പേരെ സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ 10, 20, 20, 50, 50, 100 ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു 3000 സബ്സ്ക്രൈബേഴ്സിലെത്തി നിൽക്കുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് എന്റെ കൂടെ നിന്ന, എന്റെ ഈ ഒരു വളർച്ച എന്റെ കൂടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഞാൻ 1-2 പേര് ഇപ്പൊ പെട്ടെന്ന് എടുത്തു പറയാം. അനന്തു, അതുപോലെ തന്നെ സാഗർ, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് എന്റെ കൂടെ ഇപ്പോഴും നിന്ന് കട്ടക്ക് അളിയ പോട്ടെ, മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറെ പേരിൽ ഒരു 2 പേരാണ് എടുത്തു പറയുന്നത്. 2 പേരുടെ പേര്, ബാക്കി എല്ലാവരുടെയും പേര് ഞാൻ പിന്നീട് ഒരു വീഡിയോയില് അതിന് ടൈം എടുത്ത് ഞാൻ പറയുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു. ഇപ്പോ ഇവൻ എന്തെങ്കിലും ഒരു നല്ല വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്ന ആ ഒരു ഓരോരുത്തർക്കും താങ്ക് യു. ഇന്നലെ 3000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്നിപ്പോ ഒരു 4 പേരോട് സബ്സ്ക്രൈബ് ചെയ്തു, 3004. ഞാൻ എന്നോ ഇട്ട വീഡിയോക്കൊക്കെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ. അപ്പോ അതൊക്കെ വളരെ വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും ഇട്ട വീഡിയോക്ക് ഇപ്പോഴും റീച്ച് വരുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമല്ലേ. എന്തായാലും നമ്മൾ എന്നോ ഇട്ട ഒരു വീഡിയോക്ക് ഇപ്പോഴും ആൾക്കാർ അത് കാണുന്നുണ്ട്, അതിന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എന്റെ വോയിസ് കേൾക്കുന്നുണ്ട് വേറൊരാളെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കുറവുകൾ, ഒരുപാട് തെറ്റുകളൊക്കെ എന്റെ വീഡിയോസിനകത്തുണ്ട്. ബട്ട് ഇതൊക്കെ ഞാൻ പരിഹരിച്ച് ഞാൻ മുന്നിൽ വരും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല പറയാനായിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഫോട്ടോസേ ഉള്ളൂ.
ഈ ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് പേരായിട്ടൊക്കെ എടുത്ത ഫോട്ടോസ്, അതുപോലെ തന്നെ എൻ്റെ സിംഗിൾ ഫോട്ടോസ് ഒക്കെയാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. സോ ഇതൊക്കെ ഇതിനകത്തൂടെ കാണിച്ചു തരാം. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ക്യാമറയിലൂടെയൊക്കെ വീഡിയോ എടുക്കുന്നത്. അത്ര വലിയ ക്യാമറ ഒന്നുമല്ല, എന്നാലും വെറുതെ ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. ഞാനിവിടെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ തന്നെ. സോ യെസ്, ഓക്കെ. അപ്പോൾ ഈ ക്യാമറയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ. നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. സോ ഇത്രയും തട്ടിക്കുട്ടിലൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വേഷം കണ്ടാലും നിങ്ങൾ ചിലപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇനി ഇതാ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ കുറേ ഫോട്ടോസ് ഉണ്ട്. സോ ഇതിനകത്ത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും പഴക്കമുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് അതുപോലെ തന്നെ അതോ കാണുന്ന ഫോട്ടോ, ഇത് രണ്ടും ഞാൻ സിവിലിയൻസിൽ പോകുന്ന ടൈമിൽ എടുത്ത ഫോട്ടോയാണ്. ആ ഒരു ടൈമിൽ എടുത്ത ഫോട്ടോയാണ്. സോ അതിന് ശേഷം എനിക്ക് തോന്നുന്നു എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ദിവസം എടുത്തതാണ്. കൃഷ്ണദേവ് എടുത്തു തന്ന ഫോട്ടോസാണ്. കൃഷ്ണദേവ് ഇപ്പോൾ കാനഡയിൽ ഇരുന്നത് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടാൽ മതി. അതിനുശേഷം എടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത് ഇതെനിക്ക് വന്ന് പാർത്തൻ എടുത്തു തന്ന ഫോട്ടോയാണ്. ഞാൻ ചുമ്മാ ഒരു പട്ടിഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ. അതുപോലെ തന്നെ ഇത് കൃഷ്ണദേവ് എടുത്ത ഫോട്ടോയാണ്. പിന്നെ ഇത് കൃഷ്ണദേവ് എടുത്ത ഫോട്ടോയാണ്. കൃഷ്ണദേവാണോ രാഹുലാണോ എടുത്തു തന്ന ഫോട്ടോയാണ്. അങ്ങനത്തെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഇത് ഞാൻ തന്നെ എടുത്ത ഫോട്ടോയാണ്. അത് യൂട്യൂബ് വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ വന്നൊരു പോർഷൻ വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊരു ഫോട്ടോയാണ്. പിന്നെ ഇത് നമ്മൾ മൺട്രോത്തുരത്തിൽ പോയ സമയത്ത് അവിടെ വെച്ച് ട്രെയിനിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ഇതൊക്കെ. പിന്നെ ഇത് എൻ്റെ കസിൻ എടുത്തു തന്ന ഫോട്ടോയാണ്. ബിജിൻ എടുത്തു തന്ന ഫോട്ടോയാണ്. അവ എടുത്തു തന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ അവ എടുത്തു തന്ന ഫോട്ടോയാണ്. ബിജിൻ എടുത്തു തന്ന ഫോട്ടോ. അങ്ങനെ പിന്നെ ഇത് ഓഫീസിനകത്ത് വെച്ച് രാഹുൽ എടുത്തു തന്ന ഫോട്ടോ. ഇതും പാർത്തൻ എടുത്തു തന്ന ഫോട്ടോയാണ്. പിന്നെ ഇത് ഗോകുൽ സാറിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്, സിവിലിയൻസ് ഫാമിലി. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ITIയിൽ കൂടെ പഠിച്ച ഫ്രണ്ട്സാണ്. അരുൺ, രഞ്ജിത്ത്, രാഹുൽ, പിന്നെ ബേക്കറി ഞാനുണ്ട്. ഇത് നമ്മൾ മെയ്സിന് പോയപ്പോൾ എടുത്ത ഫോട്ടോ. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോ ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ എടുത്ത ഫോട്ടോയാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഇതാണ്. ഇതിനകത്ത് അക്ഷയുണ്ട്, രാഹുലുണ്ട്, അതുപോലെ തന്നെ ഞാനുണ്ട്, ജിസിനുണ്ട്, പിന്നെ അനീസുണ്ട്. ഇവിടെ അഞ്ജുണ്ട്. അഞ്ജുവിനെ കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നു. പിന്നെ ഇത് ഗോകുൽ സാറിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഉള്ള ഫോട്ടോ തന്നെയാണ്. ഇത് ഓഫീസിൽ വെച്ചുള്ള ഫോട്ടോയാണ്. അപർണയും അതുപോലെ തന്നെ വർഷയും കൂടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സിവിലിയൻസിൻ്റെ ടൂർ പോയ ടൈമിലുള്ള ഫോട്ടോയാണ്. വാഗമണിൽ പോയ സമയത്ത് എടുത്ത ഫോട്ടോ. ഇതിനകത്ത് നമ്മുടെ സിവിലിയൻസ് ഫാമിലി ഫുള്ളായിട്ടുണ്ട്. ഇത് നമ്മുടെ ഓണത്തിൻ്റെ ഫോട്ടോയാണ്. ഓണത്തിനെടുത്ത ഫോട്ടോയാണ്. സോ കൃഷ്ണദേവുണ്ട്, അതുപോലെ തന്നെ അസീമുണ്ട്, ഗ്രിഫിക്സ് ഉണ്ട്, പാർത്തനുണ്ട്, ആകാശുണ്ട്, എല്ലാവരും ഉണ്ട്. ജിഷ്ണു ഉണ്ട്. ജിഷ്ണുവിനെ കാണാൻ എല്ലാവരുടെയും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഓണത്തിനെടുത്ത ഫോട്ടോയാണ്. സോ ഇതാണ് ഈ ഒരു സെറ്റപ്പ്. വെറുതെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചാണ്. എങ്ങനെയായിരിക്കും എന്നറിയില്ല. കൊള്ളാമോന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു. ഇതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് അതും കൂടെ എടുത്ത് വെച്ച് കാണിച്ചത്. സോ താങ്ക് യു ഗൈസ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. വളരെ പെട്ടെന്ന് തന്നെ നല്ല കുറേ വീഡിയോസ് ആയിട്ട് വരാൻ ശ്രമിക്കാം. ഇത്രയും നാൾ എന്നെ സഹിച്ചതിനും ഇത്രയും നാൾ എൻ്റെ വീഡിയോസ് കണ്ട് ഓക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടാ, കുഴപ്പമില്ല, നീ കയറി വാ എന്നൊക്കെ നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിച്ചുവെങ്കിൽ അതിനൊരുപാട് നന്ദിയുണ്ട്. സോ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലുള്ള വീഡിയോസിനകത്ത് നിങ്ങൾ നിരാശപ്പെടുത്താത്ത നല്ല നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. താങ്ക് യു ഗൈസ് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, എല്ലാവർക്കും ഒരു കഷ്ടകാലമുണ്ട്. കഷ്ടകാലം കഴിഞ്ഞിട്ട് ഒരു നല്ല കാലം വരുമെന്നത് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമാണ്. ആ ഒരു നല്ല കാലം വരും തീർച്ചയായിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്നോടൊപ്പം നിങ്ങളും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു കഷ്ടകാലം ഉണ്ടെങ്കിൽ നല്ല കാലം ഉറപ്പായിട്ടും വരുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കഷ്ടകാലത്തെ നിങ്ങൾ ബുദ്ധിപൂർവ്വം അതിനെ മാറ്റി നിർത്തിയിട്ട് നല്ല കാലത്തോട്ട് പോവുക. എന്ത് തന്നെയാണെങ്കിലും ഗുഡ് നൈറ്റ് ഗൈസ്. ബൈ.